CC Bola Mothras, Mr. Frozen. Welcome back to my channel. So, our Jeevitha Mode updates are super exciting every single time I see something pop up. எனக்கு ரியாக்ட் பண்ணணும்னு தோணிக்கிட்டே இருக்குது. நான் இன்ஃபேக்ட் படம் பார்த்துட்டேன். எல்லாருக்கும் தெரியும்னு நினைக்கிறேன். பார்க்காத ஆட்கள் வந்து ரிவ்யூ போடுறேன். ஐ மீன் லிங்க் டிஸ்கிரிப்ஷனில் போகிற ரிவ்யூ வருது பாருங்கன்னு சொல்லி கேட்டுக்கிறேன். பட் நேற்று தான் வந்துட்டு இன்ட்ரடியூசிங் ஹக்கீம் அப்படின்னு சொல்லிட்டு நம்ம கோகுல் பிரதரோட ஒரு வீடியோ போட்டாங்க. அந்த இன்னொரு கேரக்டர் நடிச்சவங்களுக்கு ஐ வாஸ் எக்ஸ்ட்ரீம்லி இம்ப்ரெஸ்ட் பை ஹிஸ் ஆக்டிங் as well. அதை பற்றி நான் அதுவும் பேசியிருக்கேன். அதை பற்றி வீடியோ போட்டிருக்கேன். லிங்க் டிஸ்கிரிப்ஷனுக்கு பாருங்கன்னு சொல்கிறேன். பட் வாட் எவர் said and done, இந்த மனுஷனை பற்றி நான் நிறையா தெரிஞ்சுக்கணும்னு ஆசைப்பட்டேன். talking about the man who survived this actual journey, நம்ம நஜீப் இக்கா அவர்கள். நஜீப் இக்கா the real நஜீப் இக்கா இந்த பக்கம் and the real நஜீப் இக்கா இந்த பக்கம் அப்படிங்கும்போது எனக்கு இன்னும் கொஞ்சம் இன்ட்ரெஸ்டிங்காக இருக்கும் இந்த வீடியோ மாதிரி தோணுது. ஐம் டாக்கிங் அபவுட் ஆப்வியஸ்லி த ரியல் நஜீப் இக்கா அண்ட் ராஜு வைட்டன். சரி, இவங்க ரெண்டு பேருக்கு கான்வர்சேஷன் எப்படி இருக்குங்கிற பார்க்குறேன். நான் சூப்பர் கியூரியஸாக இருக்கேன். ஃபஸ்ட்டு செக் அவுட் பண்ணிடலாம்னு சொல்லிட்டு பட் போகிறவங்க மறக்காம சப்ஸ்கிரைப் பண்ணுங்க, தொடர்ந்து சப்போர்ட் பண்ணுங்க அப்படி சொல்லிட்டு மற்ற எல்லா அப்டேட்ஸ் ரிகார்டிங் ஆடி ஜீவிதம் எல்லா தொழிலுக்கும் டிஸ்கிரிப்ஷனுக்கும் பாருங்க சொல்லிக்கிறேன். இப்போதைக்கு இதை பார்த்தலாம். ஹியர் வி கோ. 1991 ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ടാണ് ഞാൻ പോയത്. അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഒരാൾ വന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. எவ்வளோ ஹோப்ஸோட போயிருப்பாரு மனுஷன். சரி, ഇപ്പോൾ ഏതാണ്ട് 14 വർഷക്കാരായി. 2008 ബ്ലിസ്സച്ചേട്ടൻ ആദ്യമായിട്ട് എന്നോടെങ്കിൽ നമുക്ക് ഈ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ആദ്യത്തെ ചിന്ത ഇതെങ്ങനെയാണ് ഞാൻ ഈ കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ നജീബിക്കെ വന്ന് കണ്ട് സംസാരിച്ച് നജീബിക്ക് എന്താണ് ആരാണെന്ന് മനസ്സിലാക്കണോ, അതോ ബെന്യാമിൻ ചേട്ടൻ എഴുതിയ നജീബ് എന്ന കഥാപാത്രത്തെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അതിനും ബ്ലിസ്സച്ചേട്ടൻ്റെ മനസ്സിലൊരു നജീബുണ്ട്, ആ നജീബിനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് മുമ്പിലുണ്ടായിരുന്നു. ഒടുക്കം ബ്ലിസ്സച്ചേട്ടനും ഞാനും കൂടെ തീരുമാനിച്ചാണ് ഈ എഴുതിയ പുസ്തകത്തിൽ നിന്നും ബ്ലിസ്സച്ചേട്ടൻ കണ്ട നജീബിൽ നിന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു നജീബിനെയാണ് ഞാൻ സിനിമയിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ നജീബാണ് സിനിമയിലുള്ളത്. ഞാൻ ആ സങ്കല്പിച്ച നജീബും യഥാർത്ഥ നജീബും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. വ്യത്യാസം എന്തായാലും ഉണ്ടാകും, കാരണം നമ്മൾ രണ്ട് വ്യക്തികളാണ് അല്ലേ. നജീബൊക്കെ അനുഭവിച്ച അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാനത് സങ്കല്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. എനിക്ക് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നിരിക്കില്ല എന്നെനിക്കറിയാം, കാലഘട്ടം അതാണല്ലോ. അന്ന് അവിടെ എത്തിയപ്പോൾ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. ഒരു വാച്ച് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ചെന്ന് ഞാൻ ആ അനുഭവം ഈ എല്ലാം കണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ഈ മൈൻഡ് അങ്ങ് പോയി. അവിടെ ഒരു ഭീകരജീവിയെപ്പോലെ ഇയാൾ നിൽക്കുന്നതും ഇയാൾ ഇത് ആടനാണ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ സ്വയബോധം കൂടുതൽ നഷ്ടപ്പെട്ടു പോയി. ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ, മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എല്ലാ ദിവസവും ഒരുപോലെയാണ്. എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, മരുഭൂമി വെളുപ്പാങ്കാലത്ത് ഒരുപോലെയാണ്, ഉച്ചയാകുമ്പോൾ ഇന്നലത്തെ ഉച്ച പോലെ തന്നെയാണ്, വൈകുന്നേരം ആകുമ്പോൾ ഇന്നലത്തെ വൈകുന്നേരം പോലെ തന്നെയാണ്. ഈ ദിവസങ്ങൾ മാറുന്നത്, ആഴ്ചകൾ മാറുന്നത്, മാസങ്ങൾ മാറുന്നതിനൊരു കണക്കുണ്ടായിരുന്നോ? ഒരു കണക്കുമില്ല. എനിക്ക് അതാണ് അറിയേണ്ടത്. സമയം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന്. ഒരു അസ്തമിക്കുന്ന പോലെ ഉദിക്കുന്ന അസ്തമിക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്കിനി ഇവിടുന്നൊരു രക്ഷപ്പെടൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയത്, ഇനി ഞാൻ ഇവിടെ തന്നെ ആയി പോകുമോ എന്നുള്ള ചിന്ത വന്നു തുടങ്ങിയത്? എനിക്ക് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്ത മാത്രമല്ല എനിക്കുള്ളത്. രക്ഷപ്പെടുത്തില്ല എന്നറിയാറ്. പിന്നെ ഞാൻ ഈ വിളിക്കാനുള്ള ദൈവങ്ങളൊന്നുമില്ല. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അവിടുത്തെ ആ ജീവിതത്തിനെക്കാട്ടി നല്ലൊരു മരണമാര്. അത് ഒരുപാട് വട്ടം താഴാനായി കിടന്നിട്ടുണ്ട്. ഇതെന്തെങ്കിലും കടിച്ച് മരിക്കട്ടെ എന്നിങ്ങനെ എണീക്കുന്നത്. പിന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം ചിന്ത വരുന്നത്. എൻ്റെ ഭാര്യ അമ്മയെ വരുമ്പോൾ 8 മാസം ഗർഭിണിയായിരുന്നു, പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ള ചിന്തയാണ് മനസ്സിലാണ്. അങ്ങനെ പോയ ആള് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ച എന്തോന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ വിളിക്കും അല്ലെ കത്തെങ്കിലും വരുമെന്നും പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടൊന്നും ഒരിതുമില്ല. അങ്ങനെ എനിക്ക് അങ്ങ് ടെൻഷൻ കയറുകയും ഭയങ്കര പ്രശ്നമൊക്കെ ആയി. ഓരോ ദിവസം രാവിലെ രാത്രി കടന്ന് രാവിലെ എണീക്കുമ്പോൾ പിന്നെ പൊടിയും മണ്ണുമായിട്ട് മൊത്തം 7-10 മരുഭൂമിയുടെ കാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. Still emotional பேசும்போது இப்போ அப்படியே ஒரு மாதிரி லைட்டாக சோக் ஆகிற மாதிரி இருக்கு. மேபி ஐ எம் ஃபீலிங் தட் ஆர் இஸ் இட் ரியலி ஹேப்பனிங், ஐ டோன்ட் நோ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞങ്ങൾ ഈ സിനിമ എടുക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചതോ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകനിലേക്ക് എത്തുന്നതോ ഒന്നും നജീബൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിൻ്റെ 1% പോലും ഞങ്ങൾക്കിത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് അറിയോ, മരിച്ചു കളയാമെന്ന് പറഞ്ഞ്
താഴെ കിടന്ന ഒരാൾ ഓരോ പുലർച്ചയും വീണ്ടും ഉടരണമെങ്കിൽ ഈ കഥ പറയാൻ ദൈവം ബാക്കി വെച്ചതായിരിക്കും അല്ലേ? അതെ. ലോകത്തോട് ഈ കഥ പറയാൻ വേണ്ടി ദൈവം ഒക്കെ ബാക്കി വെച്ചതാണ്. അപ്പോൾ ഈ കഥ ഇറങ്ങിയതിൽ പിന്നെ ഞാൻ ഇനി കാണാത്ത സാധനങ്ങളൊന്നും ഇല്ല, ആൾക്കാരുമായിട്ട് പരിചയപ്പെടാത്ത ആൾക്കാരും ഇല്ല. അറിയാൻ എനിക്ക് അങ്ങനൊക്കെ ഒരു അനുഭവം പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അതായത് നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, ഇതുപോലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും അല്ലേ? അതിലൊരാളെ ദൈവം തിരഞ്ഞെടുത്തു. ഈ കഥ പറയാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് നോക്കിയാൽ ഈ ദൈവം തിരഞ്ഞെടുത്ത ഗോഡ്സ് ചോസൺ വൺ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു കളയാം എന്നുള്ള ചിന്ത വന്നിട്ടില്ലേ മനസ്സിൽ? എന്നിട്ടുണ്ട്. പക്ഷേ ഇവനെ കൊന്നിട്ടെനിക്ക് പോകാമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കണമല്ലോ എന്നുള്ള ചിന്ത പിന്നെ അത് മനസ്സിൽ വരുമോ. അന്നേരം ഞാൻ ഓർക്കുന്നത് എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നല്ലോ, ഞാൻ എന്തായി പ്രസവിച്ചോ ഇല്ല എന്നുള്ള ഒരു ചിന്ത അന്നേരം മനസ്സിൽ വരുമോ. ഇങ്ങനെ മരിക്കണം തോന്നുമ്പോഴൊക്കെ ഈ കാര്യം ഓർമ്മ വരുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ മച്ച ഓടുന്നതായിട്ടും ഭയങ്കരമായിട്ടും ഇങ്ങനെ ദിശയൊക്കെ വളർത്തി പിന്നെ ഇതായിട്ടേക്കുന്ന അവരുടെ ഈ അറബികളുടെ വേഷം അതങ്ങ് മുഷിഞ്ഞ് നാറി എൻ്റെ അടുത്ത് വന്ന് വെള്ളം ചോദിച്ച്. ഞാനപ്പം വെള്ളമായിട്ട് വരുമ്പോൾ ആളില്ല, ഓടുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്ന്, അവിടെ എത്തി ആദ്യത്തെ കുറേ ദിവസങ്ങൾ നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവുക നിസ്സഹായാവസ്ഥയായിരിക്കും അല്ല. ഭാഷ അറിയില്ല, സ്ഥലം അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഭീകരമായ നിസ്സഹായാവസ്ഥയായിരിക്കും ആദ്യം അനുഭവിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കരമായ ദേഷ്യം വന്നിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞാൽ കൊന്നു കളയാൻ തോന്നിയത് അല്ലേ? അത് ഏറ്റവും സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ വികാരമാണ്. ഭയങ്കരമായ ദേഷ്യം വന്നിട്ടുണ്ടാവും. ഞാനിനി ഈ മൃഗങ്ങളിൽ ഒരാളായി, ഇനി എൻ്റെ ജീവിതം ഇതാണ്, ഞാൻ ഇതാണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിച്ചൊരവസ്ഥ ഉണ്ടായോ? അപ്പോൾ ഇനി ഞാൻ ഇവിടെ തന്നെ ഈ മൃഗങ്ങളിൽ ഒരാളാണ് ഞാൻ സ്വയം പറഞ്ഞ മനസ്സിലങ്ങോട്ട് തോന്നി. അപ്പോൾ ഈ മൃഗങ്ങൾക്കിടയിലൂടെ ഈ മൃഗങ്ങളുടെ മണം എനിക്ക് തോന്നിയതാ. ഞാൻ ഈ കുറേ 10-200 ആടുകളുടെ ഇടയിൽ ഞാൻ ഇരുന്നിട്ടുള്ള കുറേ സീനുകളുണ്ട്. ഞാൻ ആദ്യം 2019 ആദ്യമായിട്ട് ആ സീൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ അറപ്പും, കാരണം ഇതിൻ്റെ ഒരു നാറ്റവും ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് അറപ്പും ഒക്കെ തോന്നലുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആലോചിക്കുക, അവസാനം 2022 ഞങ്ങൾ ആ സീൻ എടുത്തപ്പോൾ എനിക്ക് ആ മണം എനിക്ക് അറിയുന്നില്ല. കാരണം കുറേ നാളുകൾ മാസങ്ങളോളം അവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ ആയെങ്കിൽ യഥാർത്ഥ നജീബ് എന്തായിരുന്നിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ ശരിക്കും മൃഗങ്ങളിൽ ഒരാളായി എനിക്ക് പിന്നെ ആ മണമൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, അവരുമായിട്ടൊക്കെ ആയിരിക്കും വർത്തമാനം കൂടുതൽ പറയുന്നത്. അപ്പോൾ തന്നെ ഈ മറ്റു 2 ആടും ഉണ്ടായിരുന്നു, ആണും പെണ്ണും ഉണ്ടായിരുന്നു. അതെ. ഇവിടെ ഇപ്പോൾ ഒരു 100 ആടിൻ്റെ കൂടെ ഒരു 10 എണ്ണം കാണും വലിയ. ഇതിനെ തീറ്റ കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം താഴെ വീഴും. കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അന്നേരമൊക്കെ നമ്മുടെ ചിന്ത മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പരുക്ക് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു വൈയായിക വന്നാൽ അവിടെ എന്തായിരുന്നു ചെയ്യുന്നത്? എന്തും ചെയ്യാനില്ല. ഒരു പനി വന്നത് എന്ത് ചെയ്യും? പലിശ പോകും. അപ്പൊ ഈ അവിടെ ഉണ്ടായിരുന്ന ഈ കാലം മുഴുവൻ അങ്ങനെ ഒരു ആപത്ത്. എനിക്ക് ഇവിടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒച്ചിരി മഴ തന്നെ ഉണ്ട് പനി പിടിക്കും. അന്ന് അവിടെ മഴ നനഞ്ഞിട്ടും ചൂട് നനഞ്ഞിട്ടും ഒരു പനിയോ തലവേനോ ഒന്നും വന്നിട്ട് അതിന് ദൈവം എന്നുള്ള അല്ല അങ്ങനെ സംഭവം എനിക്ക് ഉണ്ടായി. അത് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ ഇത്. നാട്ടിലൊരു മഴ വന്നു പോയിട്ട് ഞാൻ അന്നേരം പോയി. നാട്ടിലൊരു മഴ വന്ന പനി പിടിക്കുന്ന ആൾക്ക് ആ മരുഭൂമിയിൽ ഈ മണൽക്കാറ്റിലും ചൂടിലും തണുപ്പത്തും ഒരു പനി വന്ന ഓർമ്മയില്ല. രക്ഷപ്പെടുത്താനും ദൈവത്തിന്റെ കഴിവന്നെ, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തന്നെ. അവിടെ ആരും വന്ന് എത്തുവിടത്തില്ല ആ ഭാഗത്ത്. ഈ ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാന്ന് തോന്നുന്നു. അതായത് ഈ ദൈവം തെരഞ്ഞെടുത്ത ആൾക്കാരെന്ന് പറയില്ലേ? ദേഷ്യമുണ്ടോ ഇപ്പം? ഇല്ല. ഉള്ളില് ആരോടെങ്കിലും? ഇല്ല, ഒന്നിനോടും ദേഷ്യമില്ല. എനിക്ക് ഇപ്പോഴും അവിടെ അതിനോട് ദേഷ്യം ഇപ്പോഴും അല്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ജീവിതത്തിൻ്റെ ഒരു വലിയ കാലയളവ് ഞാൻ ഇത്ര അനുഭവിച്ചു എന്നുള്ളതിനോട് ദേഷ്യമുണ്ടോ? പക്ഷേ അതിന് ഇപ്പം എനിക്ക് ആരും ഈ നോവൽ എഴുതിയാൽ പിന്നെ ഞാനും അതിനെക്കാട്ടി ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിന് ദേഷ്യം പോയി. ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാനൊരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല. അതൊരു പേര് സ്വപ്നം തന്നെ. ഇനി പോകത്തില്ല അവിടെ. ഞാനിപ്പോൾ ബെറിൽ ചെന്നിട്ട് ഈ വല്ല കച്ചറയിൽ നിന്ന് ഈ പാട്ടൊക്കെ പറക്കുന്ന ജോലിയായിരുന്നു അവിടെ. എനിക്കറിയാം, എനിക്ക് സ്വർഗം കിട്ടിയ ജോലിയാണ് അവിടുത്തെ അപേക്ഷിച്ച്. ഇപ്പോഴും സ്വപ്നം കാണാറുണ്ടോ? ആടുകളെയും മരുഭൂമിയൊക്കെ ഉണ്ട്.
അവിടുത്തെ ആടുകളെയും അവിടുത്തെ മണങ്ങളും അവിടുത്തെ ഭക്ഷണവും ഒക്കെ അത് ഓർമ്മയുണ്ട്. ഉണ്ട്, ഇച്ചിരി ഓർമ്മയുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്. ആ അവര് ഇതെന്ന് ഈ നോവൽ ഇറങ്ങിയ പിന്നെ ഇവരെല്ലാം ഫുള്ളായിട്ട് ഇതൊക്കെ അറിയുന്ന സംഭവം. കുടുംബം പോലും ഭാര്യ പോലും ഇങ്ങനെയൊക്കെയാണ് സംഭവം അന്ന് അവിടെ നടന്നതൊക്കെ. സംഭവം നടക്കുമ്പോൾ ഞാൻ തീരെ കുഞ്ഞാണ്, 2 വയസ്സുള്ള പ്രായം. അന്ന് നടന്ന സംഭവങ്ങളൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഇപ്പം നോവൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു കഥ നടന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് തന്നെ അറിയുന്നത്. വാപ്പിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ വിഷമാകുന്ന കരുതി ആയിരിക്കും. തുടക്കുമ്പോൾ ആദ്യം അവസാനം വരെ നോവൽ വായിച്ച് കരഞ്ഞു പോയത് ശരിക്കും. അച്ഛൻ ഇങ്ങനെ ഒരു വളരെ സ്പെഷ്യൽ മനുഷ്യനാണ് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എന്റെ സങ്കല്പത്തിലെ നജീബിനെ ഞാൻ അഭിനയിച്ച് വലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അഭിനയിച്ച നജീബും ചേട്ടനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ച നജീബ് ചിന്തിച്ചതും ചേട്ടൻ ചിന്തിച്ചതും ഒരുപാട് അടുപ്പമുണ്ട്. What's written? Somebody tell me what's written here. We interrupt this program to bring you taking on my life, no in your way, my way. Ain't giving up on my kind of way, doing it all alone. This time I show you all my theorem. The clock is ticking and flipping and shaking and breaking, but damn, I'm living. I ain't a smoker, ain't a drinker, dream doper, ain't a baker, ain't a kind of just a human. now back to the show. Okay, I'm not gonna lie. ஒரு மாதிரி பயங்கர அப்படியே. Imagine a man literally telling this, I want to die every day, I want to die of செத்துட்டா நல்லதுன்னு சொல்றது எவ்வளோ கஷ்டமாக இருக்கும். I mean, I don't know, I felt that நினைக்கிறேன். Did you people feel the same? I don't know. சில டைம் சில விஷயங்கள் சொல்லும்போது இன்னும் ஒரு சோக்காகி பேசின மாதிரி தான் எனக்கு தோணுச்சு. Maybe it's still haunting him. I think it will haunt him forever நினைக்கிறேன். And those were so genuine, I mean, such genuine feelings. எல்லாம் அப்படியே அடிச்சு கொண்டுலாம் தோணும் அவரை. ஆனால் வந்துட்டு கொண்டுட்டு வந்து என்ன ஜெயிலில் போட்டுருவாங்க. எங்கள் ஒய்ஃப் இருக்காங்க, அவங்க ப்ரெக்னெண்ட்டாக இருக்காங்க, அவங்க என்ன ஆகும்னு தெரியல. நான் செத்துடணும்னு நினைக்கும் போது கூட வந்துட்டு வீட்டில் ஒய்ஃப் வெயிட் பண்ணுறாங்க என்ன அப்படிங்கும்போது அதான் சொல்கிறேன். எனக்கு இந்த ஸ்பீச்சு கேட்க எனக்கு படத்தோட விஷுவல்ஸ் வந்து போயிட்டு இருக்குது. எனக்கு அது இட் வாஸ் ஓ மை காட், திஸ் வாஸ் பெயின்ஃபுல். Just listening to him talk for 12 minutes is painful. Just imagine what agony and mental abuse he would have gone through. நான் சொல்கிறாரு பாருங்க, நான் ஆட்டோட நான் ஆகிட்டேன், அது அவ்வளோதான், இதில் தான் என் லைஃபு, நான் திரும்பி வரவே மாட்டேன், எனக்கு தெரிஞ்சு போச்சு, அதோடய நான் வாழ்ந்துடுவேன், அண்ட் அவ்வளோதான் என் லைஃபுங்கிற மாதிரி யோசிக்கிறேன். அண்ட் ஒன் மோர் திங் விச் ரியலி கைண்ட் ஆஃப் இமோஷனலி மூட் மீ வாஸ் திஸ் பர்டிகுலர் திங் விச் ஹி செட் லைக் யூனோ, ஊரில் வந்து சும்மா லைட்டாக மழை பெஞ்சு உடம்பெல்லாம் ஈரமானாலே காய்ச்சல் வந்துடும். பட் அங்கே டெசர்ட்டில் வந்து அவ்வளோ வெயில், அவ்வளோ மழை, அவ்வளோ விஷயங்கள்லாம் நடக்குது, ஆனால் எனக்கு ஒன்றுமே ஆகலை அப்படின்னு சொல்கிறது வந்து வாஸ் லைக் லிட்ரலி அ மிரக்கிள் அவ்வளோதான். அதுக்கு மேலே அதுக்கு என்ன சொல்கிறேன்னு தெரியல. எனக்கு அப்படியே எனக்கு அந்த விஷயம் கேட்கும்போது அப்படியே கூஸ் பம்ப்ஸ். யோசிச்சு நார்மலாக மழை பெஞ்சா காய்ச்சல் வந்து படுக்கிறாலே, அங்கே ஒரு அன்னோன் டெரெயின், ஒரு இவ்வளோ மென்டல் அப்யூஸுக்கு நடுவில் இவ்வளோ ஃபிசிக்கல் அப்யூஸும் நடக்குது. அதோடு சேர்ந்த நேச்சரும் வந்துட்டு இட்ஸ் டேக்கிங் இட்ஸ் ஓன் டாயில் ஆன் ஹிம். பட் ஸ்டில் ஹீ ஜஸ்ட் withstood that without any fever. பிகாஸ் அவன் ஃபீவர் வந்துருந்தா அங்கே காப்பாற்றுறக்கு யாரும் இல்லை, செத்துருப்பேன் நான் அப்படின்னு சொல்கிறாரு. அவ்வளோதான் முடிஞ்சு போச்சு, ஃபீவர்லாம் வந்துச்சுன்னா செத்துட்டேன் அவ்வளோதான் அப்படிங்கிற மாதிரி. பட் எதுவுமே நடக்காமல் ஒரு 3 வருஷம் சர்வைவ் பண்ணி வந்திருக்காருன்னா ட்ரூலி லைக் ராஜு வைடன் சேஸ் சன் ஆஃப் காட் அப்படிங்கிற மாதிரி, காட் சோசன் ஒன் அப்படிங்கிற மாதிரி தான் இருக்குது. ஐயோ, திஸ் வாஸ் இமோஷனல். எனக்கு ஒரு மாதிரி பொக்குன்னு ஆயிடுச்சு. எனக்கு ஐயோ, ஐ வாஸ் ஜஸ்ட் ஷேக்கிங் சார் ஆஸ் ஹி வாஸ் டாக்கிங். அதான் சொல்கிறேன், எனக்கு படப்படன்னு அடிக்குது. எனக்கு அந்த மிக்ஸ் மேட்ச் தான் ஆகிட்டு இருந்துச்சு, விஷுவல்ஸ் ஆஃப் த மூவி அண்ட் ஆல் திஸ் திங். ஐ திங்க் ஐ டோன்ட் நோ, அவர் சொல்கிறார் 1% கூட கொண்டு வர முடியுமா நம்ம அப்படின்னு ராஜு வைடன் கேட்கும்போது இல்லை கொண்டு வர முடியாது அப்படிங்கிற மாதிரி சொல்கிறாங்க. பட் ஐ வெரி ஸ்ட்ராங்லி ஃபீல் ராஜு வைடன் had brought around at least 50% of the struggle which he have gone through அப்படிங்கிற நினைக்கிறேன். அண்ட் 1% கொண்டு வர முடியாதுன்னா எவ்வளோ இன்டென்ஸாக போயிருப்பாரு. இதுவே நம்மளை பார்க்குறதுக்கு வந்துட்டு அப்படியே ஒரு மாதிரி பார்க்க முடியாத அளவுக்கு பெயின்ஃபுல்லாக இருந்துச்சு. ஸோ அவர் பர்சனலி இன் ரியல் லைஃப் இமேஜின் த அமௌண்ட் ஆஃப் oh my god, I can't even begin to imagine. But yeah, the real Najib Ika and the real Najib Ika in the conversation was just
வெரி வெரி ஒரு மாதிரி இமோஷனலாக இருந்துச்சு, ஓவர்வெல்மிங்காக இருந்துச்சு. இன் அ குட் வே அண்ட் ஒரு தெரியலங்க, இன் அ குட் வே இவர் வந்துட்டார் அப்படிங்கிற மாதிரி ஒரு பக்கம் சந்தோஷமாக இருந்தாலும், இன்னொரு பக்கம் வந்துட்டு இது ஒரு ஹார்ட் பண்ணிகிட்டே இருக்கும் அப்படிங்கிற மாதிரி வந்துட்டு அது எப்படி ஒரு ஹேண்டில் பண்ணி வாழ்ந்துருவாருங்க. இவ்வளோ பண்ணிட்டாரு, அதுவே தாண்டிட்டாரா, இதை வாழ்ந்துட மாட்டாரா. அண்ட் ஆல்சோ ஹியரிங் ஃப்ரம் தேர் ஃப்ரம் ஹிஸ் ஒய்ஃப் அண்ட் சன், அதெல்லாம் பயங்கர இமோஷனல் ஆச்சு. எஸ்பெஷலி அந்த ஒய்ஃப் ஒரு கனவு கண்டாங்கிற மாதிரி, ஓடுற மாதிரி மட்டும் ஒரு கனவு கண்டேன், தண்ணி கேட்குறாரு, தண்ணி கொண்டு வரக்குள்ள திரும்பி காணாமல் போயிட்டார் அப்படிங்கிற மாதிரிலாம் நினச்சி பாருங்க. இதெல்லாம் நம்ம சொல்லும் போது கேட்கும்போது அப்படியே இது ஒரு விஷுவலாக சினிமேட்டிக்காக கொண்டு வந்தாலே ஒரு மாதிரி பயங்கர டிஸ்டர்பிங்காக இருக்கும். ரியல் லைஃப்பில் அதுவும் ப்ரெக்னெண்ட்டாக இருக்கும்போது விட்டுட்டு போன மனுஷன் திடீர்னு காணாமல் போயிட்டார், எந்த நியூஸுமே இல்லை, கனவுல ரொம்ப நாள் கழிச்சு இப்படி ஒரு வருது. அண்ட் திடீர்னு இருக்கு அப்போ he's feeling, she's feeling all these things, but there's no way to communicate or find out if he's alive or dead அப்படிங்கிறது. இப்போச்சு ஃபோனுக்கு ஏதோச்சும் இருக்குது, ஏதோச்சும் கண்டுபிடிச்சிடலாம். அப்போல்லாம் ஒன்றுமே இல்லை. Oh my god, wow, this was painful, emotional, but I'm happy he's out and I'm happy his story is said. And நிறைய பேர் இதை பார்த்து கொஞ்சம் கேர்ஃபுல்லாக இருப்பாங்க, இந்த மாதிரி ஆப்ஷன்ஸில் தேடி போகும்போது ரொம்ப கேர்ஃபுல்லாக இருப்பாங்க அப்படிங்கிறத நினைக்கும் போது ஒரு பக்கம் ரொம்ப சந்தோஷமாக இருக்குது. And I'm so glad this happened and he survived this and now he's an inspiration to thousands or lakhs of people. So wow, பயங்கர இமோஷனல் இருக்குது. இவங்க வேறு பயங்கர நல்ல டச்வுட் நல்லா இருக்கும் இந்த மனுஷன். ஐ மீன் டு சே நஜீபிகா, he should be happy, he should let go all those things and he should remain happy and peaceful in his rest of his life அப்படிங்கிற மாதிரி விஷ் பண்ணிட்டு. அண்ட் ராஜுவைட்டன், thank you so much for bringing this wonderful character on screen in the best possible way. Thank you. And to the team who's releasing all these videos, thank you so much. Keep entertaining us with more such inspiring content அப்படின்னு சொல்லிட்டு இந்த வீடியோ முடிச்சுக்கலாம். பார்த்துட்டு this is my reaction for Najibika and Prithviraj Rajuvaitan's conversation from RG with him. And yeah, this is my reaction. உங்கள் thoughts என்ன, and how emotional did you become during watching this? Please do let me know in the comment sections below அப்படின்னு சொல்லிட்டு வீடியோ முடிச்சுக்கலாம். நன்றி, கூடிய சீக்கிரம் அடுத்த சனிக்கிழமை மறக்காம பண்ணிடுங்க. Okay, thank you so much for watching. நான் ஷோ signing off. Take care and peace.